ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കർക്കിടകം 29, രേവതി നാള്. ഇന്ന് യുവാൻ ജനിച്ചിട്ട് 28 ദിവസം കഴിയാണ്. അതായത് ഇന്ന് യുവിയുടെ 28ാം പിറന്നാളാണ് കേട്ടോ. നൂലുകെട്ട് 28ാം പിറന്നാള്. നമുക്ക് ഇഷ്ടമുള്ള എന്തും പറയാം. അല്ല, എന്തും പറയാൻ പറ്റില്ല, നമുക്ക് ഈ കാറ്റഗറിയിൽ വരുന്ന എന്തും പറയാം. അപ്പോൾ ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെയുള്ള 4 ആൾക്കാരും പിന്നെ നമ്മുടെ വെരി ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും. പകുതിയിലേറെ ആൾക്കാർ ഇവിടെ ഇല്ല, എല്ലാവരും നാട്ടില് ഇന്ത്യയില് വെക്കേഷന് പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെയുള്ള നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുള്ള ചെറിയൊരു പരിപാടി. എന്നോടുള്ള പ്രതിഷേധമാണോ കാണിച്ചത്? അപ്പോ വിഷ്ണുവും യുവിയും കൂടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പുള്ളിയുടെ 28 പുള്ളി റിയലൈസ് ചെയ്ത് തോന്നുന്നു. രാവിലെ തൊട്ട് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു 28ാം പിറന്നാൾ നമ്മൾ ഈ വീട്ടിൽ വെച്ച് നടത്താൻ വേണ്ടി പോവാണ്. ആക്ച്വലി അവന്റെ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ നടത്തുന്നതാണ്. ആദ്യം നമ്മൾ ഒട്ടും ചെയ്യണ്ടെന്നോട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 56 ചെയ്യാം, എല്ലാവരും തിരിച്ചു വന്നിട്ടത്. പക്ഷെ 28 ആയി കഴിഞ്ഞപ്പോ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്തില്ലല്ലോ എന്നൊരു തോന്നല് വന്നാലോ എന്ന് വിചാരിച്ച് മിനിമലായിട്ട് അമ്മ കുക്ക് ചെയ്ത് നമ്മൾ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുള്ള ചെറിയൊരു പരിപാടി. അപ്പൊ ഇന്നത്തെ യുവിയുടെ 28 പിറന്നാളിലേക്ക് അല്ലെങ്കിൽ നൂലുകെട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. റിച്ച് ലൈഫ്, യുനോ. രാവിലെ നീറ്റ് വെള്ളം ചിയാസീഡും കുടിച്ചിരുന്ന ഞാനാണ്. ഇപ്പൊ എനിക്ക് ബൂസ്റ്റും ചായയും ഒന്നും വേണ്ടെങ്കിലും അമ്മ നിർബന്ധിച്ച് നമ്മളെ ബൂസ്റ്റ് കുടിക്കുകയോ എന്ന് പറയും. അങ്ങനെ എന്റെ കയ്യിലെത്തിയ ബൂസ്റ്റാണിത്. ഇപ്പൊ സമയം 9 മണിയായി. നാട്ടില് അമ്മ പോയിട്ട്, വിഷ്ണുവിന്റെ അമ്മ പോയിട്ട് സമയം നോക്കിയിട്ടുണ്ടായിരുന്നു, ഏത് സമയത്താണ് ഇവിടെ നൂല് കെട്ടേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടുത്തെ സമയം 11 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 12ന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ നൂല് കെട്ടുക, പേരിടുക. പേര് ഓൾറെഡി ഇട്ടതാണ്, പക്ഷെ എന്നാലും പേര് വിളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 11:30 ആകുമ്പോൾ നമ്മൾ നമ്മുടെ പേരുവിളിയും നൂലുകെട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയത് കാരണേ എല്ലാവരോടും ഉച്ചയ്ക്ക് വരാൻ ഞാൻ നിർബന്ധമൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ജോലി തിരക്കൊക്കെ ഉണ്ടായിരിക്കും. ഈവനിങ് ആകുമ്പോഴൊക്കെയാണ് എല്ലാവരും എത്തുക. പക്ഷെ എന്നാലും വരാൻ പറ്റുന്നവരുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രതുവും അൻഷിഫയും ഷെറീറും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവർ വരുമ്പോഴൊക്കെ നമുക്ക് റെഡി ആവും കൂടെ ചെയ്യാം. ചെറുതായിട്ട് മുഖത്ത് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാം കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ആയുർവേദിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫേസ് മാസ്കോ സ്ക്രബോ ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ലൊരു തെറാപ്പി അല്ലെങ്കിൽ ഒരു സ്പാ സെഷൻ പോലെയൊക്കെ തോന്നും. അപ്പൊ അതിൽ ഞാൻ അധികം ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആണ് നമ്മുടെ മുൾട്ടാനി മിട്ടി, പിന്നെ അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ, ചന്ദനത്തിന്റെ പൊടി, അത് റോസ് വാട്ടറിലും യോഗട്ടിലും മിക്സ് ചെയ്തിട്ട് ഞാൻ സ്കിന്നിൽ ഇടാറുണ്ട്. അപ്പോ ഇന്ന് നമുക്ക് ഫേസ് ഒന്ന് എന്താ പറയാ ഷേവ് ചെയ്ത് ഒരു സ്ക്രബൊക്കെ ഇട്ട് അതേപോലെ നമ്മുടെ ഫേസ് മാസ്കും കൂടെ ഇട്ടൊന്ന് റെഡി ആവാം. എന്തടോ ഒരു വിഷ്ണുവും യുവിയും കൂടെ യുദ്ധം നടക്കുകയാണ് ഇവിടെ. അവിടെ ഇവിടെയും തട്ടി തിരിഞ്ഞ് കുറെ നേരം പോയിട്ടോ. ഒരു 20 മിനിറ്റാണ് നമുക്ക് ഈ ഫേസ് മാസ്ക് വെക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് റെഡി ആവാൻ വേണ്ടി തുടങ്ങാം. ഇത് നേരത്തെ പറഞ്ഞ അതേ നമ്മുടെ സംഗതികൾ. ഇത് ചന്ദനത്തിന്റെ പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ കുറേ ആയിട്ട് ഇടുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. എനിക്ക് തോന്നുന്നു 10th സ്റ്റാൻഡേർഡിൽ നിന്ന് ഇടാൻ വേണ്ടി തുടങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഫീൽ ഗുഡ് ഫേസ് മാസ്ക് ആണിത്. ചന്ദനത്തിന്റെയും അതേപോലെ തന്നെ മുൾട്ടാനി മിട്ടിയുടെ ഒക്കെ മണം വന്ന് റോസ് വാട്ടറിന്റെയും ഒക്കെ മണമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഗംഭീരമായി 28 കുളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ കുളിച്ചു, യുവി കുളിച്ചു, ഇനി വിഷ്ണു ഞാനും അച്ഛനും കുളിച്ച് ഒരു 10-15 മിനിറ്റിൽ, അല്ല 1-2 മണിക്കൂർ റെഡിയാണ്. 10-15 മിനിറ്റ്. നമ്മുടെ സദ്യ കുക്കിംഗ് ഒക്കെ ഇന്നലെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം. ഇന്ന് രാവിലെ പായസവും ചോറും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അമ്മയും അച്ഛനും താഴെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം ചോറും ഉണ്ടാക്കുന്നതിന്റെ യുദ്ധത്തിന്റെ ശബ്ദങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ മിസ്സേജായിട്ടും ഒക്കെ കേട്ടേക്കാം. അപ്പോൾ എന്താ പറയാ, ഞാൻ ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ഒരു 5 സെക്കൻഡിൽ നിങ്ങളെ ഇന്ന് വ്യാഴാഴ്ചയിൽ നിന്നും ബുധനാഴ്ചത്തേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് വരാം. കുറച്ച് പ്രിപ്പറേഷൻ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടുവരുമ്പോഴൊക്കെ ഞാൻ ഈ മാസ്ക് ഒക്കെ ഒന്നിട്ട് റെഡി ചെയ്ത് നിർത്താം. 5 സെക്കൻഡ് റിവൈൻഡ് കൊണ്ട് വ്യാഴാഴ്ചയെന്ന് നമ്മളിപ്പോൾ ബുധനാഴ്ച എത്തിക്കുകയാണ് കേട്ടോ.
അകത്ത് കാര്യമായ പ്രിപ്പറേഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, അൻഷിഫയുണ്ട്, വിഷ്ണുണ്ട്, റൂഹിയുണ്ട്. ചെറിയ ഡെക്കറേഷനും അതേപോലെ തന്നെ കുക്കിംഗ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഏകദേശം ഒരു 20 ആൾക്കാരുടെ ഒരു ചെറിയ പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള സദ്യ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അകത്ത് നടക്കുകയാണ്. അപ്പം നമുക്കൊന്ന് അകത്ത് പോയി ഷടയെന്ന് കണ്ടിട്ട് വരാം. എന്താണ് ബണ്ണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തേക്ക് എക്സൈറ്റഡ് ആണോ 28-ന്? പേര് വിളിക്കണ്ടേ ചെവിയില്? യെസ് ഗേൾ. ഐശ്വര്യേ, ഐശ്വര്യേ, എന്തിനപ്പ വിളിച്ച്? എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? തിരിഞ്ഞു കഴിഞ്ഞപ്പോ വിളിച്ചൊരു ഭാവമില്ല. പിന്നെ ഇവിടെ ആകെ ഒരു കഴിക്കണ ഞാനാ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ കേട്ട വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സദ്യവട്ടങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ഛനാണ് എല്ലാം അരിഞ്ഞത്, അമ്മയാണ് എല്ലാം കുക്ക് ചെയ്തത്. കുക്കിംഗ് തീർന്ന സ്ഥിതിക്ക് നമുക്കിനി മേലെ ഡെക്കറേഷനിലോട്ട് പോവാം. ഈ ഒരു അവസരത്തിൽ എനിക്കൊരാളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഇത് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയി വന്നപ്പോ നമ്മുടെ നാട്ടിൽ കാണുന്ന രീതിയിലുള്ള കുറെ ഫ്ലവേഴ്സ് ആണ്. ഹലോ റോഹി, കണിക്കൊന്നൊക്കെ ആയിട്ടാണല്ലോ. മഞ്ചാടി ഉണ്ടല്ലേ? കുന്നിക്കുരു മഞ്ചാടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കുന്നിക്കുരുവിനൊരു കുത്തുണ്ടായിരിക്കും, മഞ്ചാടി കുറച്ചും കൂടെ കുന്നിക്കുരുവിനൊക്കെ വലുതായിരിക്കും. ലോജിക്കലായിട്ട് നോക്കണം. ഇതൊക്കെ വിഷ്ണുവിന്റെ അമ്മ കൊടുത്തയച്ചതാട്ടോ. ഇത് മറ്റേ വയമ്പ് ചന്ദനം കുട്ടിക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതെ, ഞാൻ ഇപ്പോഴേ ക്ഷമ പറയുന്നു. കാരണം വലിയ നോളജ് 28-നെ പറ്റിയിട്ട് എനിക്കില്ല. പിന്നെ നമ്മുടെ ബാക്കി ഓട്ടുപാത്രങ്ങളെല്ലാം കൊണ്ട് നമുക്ക് താഴെ പോകാം. കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഡെക്കറേഷൻസ് നമ്മൾ തിരിച്ചു മറിച്ചും ഒക്കെ വെച്ചിട്ടും എങ്ങനെ നോക്കിയിട്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും റെഡി ആവാത്തതുകൊണ്ട് ഞാനും അൻഷിഫയും കുറച്ച് ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങി. ആ ഒരു അവസരത്തിലാണ് വിഷ്ണു അച്ഛനും സ്റ്റെപ്പ് ഇൻ ചെയ്തത്. വിഷ്ണു പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ടാട്ടോ ഐഡിയാസ് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു വൈറ്റ് ഹാങ്ങിങ് വാളിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്രഷ് ഫ്ലവേഴ്സ് ഒട്ടിക്കുക കേട്ടോ ചെയ്തത്. കയ്യിൽ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലാത്തത് കാരണം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് എല്ലാം ഒട്ടിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കുന്നിക്കുരു, നവധാന്യങ്ങൾ, മഞ്ചാടി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോരോ തവണ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് എല്ലാ സ്ഥലത്തും കാണുന്ന കോമൺ ഡെക്കറേഷൻ, ഒരു ഉരുളിയിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് പൂക്കളൊക്കെ ഇട്ട് വെക്കുക എന്നുള്ളത്. പിന്നെ ഇത് അരഞ്ഞാണും മാലയും തളിയും വളിയാണ് കേട്ടോ. ഇത് യുവിക്ക് 2 ഗ്രാൻഡ് പേരൻസിൻ്റെയും വകയുള്ള 28-നുള്ള ഗിഫ്റ്റാണ്. നമ്മുടെ അവിടെയൊക്കെ ശരിക്കും 28-ാം പിറന്നാൾ തന്നെ കേട്ടോ പറയുക, കുഞ്ഞ് മക്കളുടെ 28-ന്. ഞാനത് ഷോർട്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് 28-ാം പിറന്നാളോ എന്ന്. പക്ഷേ മലപ്പുറത്തൊക്കെ അങ്ങനെ പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആകെ മൊത്തം ചെയ്തു വന്നപ്പോൾ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ടായിരുന്നു. യുവിയുടെ ക്രിബിലിടുന്ന ബെഡില്ലേ, ആ ബെഡിൻ്റെ അടിയിൽ ഒരു വിരി വിരിച്ച് അതിൻ്റെ മുകളിൽ ബെഡ് വെച്ച് അതിൻ്റെ മുകളിലാട്ടോ നമ്മൾ ആ സെറ്റ് മുണ്ട് വിരിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്രയോ മുകളിൽ നമുക്കിത് നന്നായി ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് പരിപാടിയിലോട്ട് തിരിച്ചു പോവാം. 10 മിനിറ്റിലേ ഒരു കാക്കപ്പുളി കുളിച്ചിട്ട് വരാം. സാരിയും ബ്ലൗസും എല്ലാം നോക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നെങ്കിലും എന്നെ പോലെ തന്നെ അമ്മയ്ക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ എന്താ ഇടുക എന്നുള്ളത്. അതിൻ്റെ മുകളിൽ ഞാനും അമ്മയും കൂടെ അവസാനം ഉള്ള ബ്ലൗസും സാരിയൊക്കെ വെച്ച് ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ നല്ല ബിസി കുക്കിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് സാരി എടുക്കണം എന്നുള്ളത് ഞാനിങ്ങനെ കുറെ ചിന്തിച്ചായിരുന്നു കേട്ടോ. അതായത് സെറ്റ് സാരി എടുക്കണോ, ഇന്നാളെ ഞാൻ കുറെ സാരി കാണിച്ചില്ലേ, ആ സാരി എടുക്കണോ, ഇപ്പൊ കുറച്ചായിട്ട് സാരി എടുക്കാഞ്ഞിട്ട് ഇതിൽ കുറച്ചധികം പുതിയ സാരികളുണ്ട്. പിന്നെ ഞാൻ ഒരു സെറ്റ് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാരി എനിക്ക് 2 ദിവസം മുന്നേ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു സെക്കൻഡ് തോട്ടും ഇല്ലാതെ ആ സാരി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദീപമ്മ എന്ന സാരി ആയിരുന്നു ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ. പക്ഷെ ഞാൻ ആ ബ്ലൗസ് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ കൈ ഭയങ്കര ലൂസാണ്. ബാക്കിലൊക്കെ എങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നുകുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ ദീപ ചേച്ചിക്ക് പെട്ടെന്ന് ഓൾട്ടർ ചെയ്യാനുള്ള ഒരു സമയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലം 56-ലോട്ട് അല്ലെങ്കിൽ ഓണത്തിലോട്ട് മേമ തന്ന സെറ്റ് സാരി ഞാൻ മാറ്റി വെച്ചുകൊണ്ട് ഇന്നലെ എന്റെ കൈ കിട്ടിയ ഈ ഒരു സെറ്റ് സാരി നമ്മൾ എടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചത് ആ സെറ്റ് സാരി നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസം മുന്നേ എന്റെ കൈ കിട്ടിയിട്ടുള്ള സെറ്റ് സാരിയാണ് കേട്ടോ. ബ്ലൗസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി, ഇപ്പൊ പെർഫെക്റ്റ് ആയത് കാരണം ഇതാണ് നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോണേ. ഇത് സാരിയുടെ ഒരു സൈഡാട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് യുവിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ആയിട്ട് ഈ ഒരു പാക്കിൽ നിന്ന് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞുമുണ്ടാണ്. അപ്പോൾ ഈ ഒരു സാരിയിൽ ഈ എടുക്കുന്ന സ്ഥലത്ത് നല്ല ഒരു റെഡ് ആൻഡ് ഗ്രീനിൽ വരുന്ന ത്രെഡ് വർക്ക് ഒക്കെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചെണ്ട് കെട്ടിയിട്ടുണ്ട് അടിയിൽ. അപ്പൊ ആകെ മൊത്തം എനിക്ക് തോന്നുന്നു നന്നാവുന്ന.
അപ്പോൾ എന്തായാലും ഈ ഒരു സാരിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറിയും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇതാണ് സാരി വരുന്നത്. ഈ ഒരു ത്രെഡ് വർക്കാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ, കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സിന്റെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ബ്ലൗസാണ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിട്ട് ഞാൻ ഒരു ചെത്തും. നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ടോ മാല, പിന്നെ ഒരു ഗ്രീൻ സ്റ്റോൺ തന്നെ വരുന്ന ചെറിയ കാശിയുടെ കോയിൻസ് വരുന്ന ഒരു മാലയും കൂടെയാണ്. സെയിം കളറിലോട്ട് പോകണോ അതോ നമുക്ക് ഈ വൈറ്റ് സ്റ്റോൺ ഇടണോ എന്നുള്ളത് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം സാരിയൊക്കെ എടുക്കൊണ്ടിരുന്ന സാരി എടുക്കാൻ ഭയങ്കര ഉത്സാഹമൊക്കെ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സാരി എടുത്ത് വളകാപ്പിന്റെ സമയത്ത് എന്തോ ആണ്, അപ്പൊ കുറച്ചായി. ഇതാണ് കാശി കോയിൻസില് ഗ്രീൻ സ്റ്റോൺ വരുന്ന ഒരു മാല കേട്ടോ. ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ ഈ ട്രെൻഡ് കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന മാലയും കമ്മലും ഇടുകയാണോ അതോ മാച്ചിങ് തന്നെയാണോ എന്നുള്ളത്. ഏതെങ്കിലും ഭയങ്കര ട്രെൻഡ് ആയിരുന്നല്ലോ, നമ്മളിപ്പോ ഗ്രീൻ ഇടുകയാണെങ്കിൽ റോസോ അല്ലെങ്കിൽ അതിനോട് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഇടുന്നത്. അപ്പോൾ ഇതും രസമുണ്ട് കേട്ടോ. ഇത് ഏതാണ്ടുണ്ടെന്നുള്ള നമുക്ക് ഫൈനലി ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അപ്പം ഇനി സമയം കളയാതെ ഞാൻ റെഡി ആവട്ടെ. 11:30-ക്കുള്ള മുഹൂർത്തം നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നത്തെയും പോലെ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് ഞാൻ തന്നെ കേട്ടോ ചെയ്തത്. കൊള്ളാം, ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാരി എടുക്കുന്ന സമയത്താണ് ഞാനും അമ്മി ഏറ്റവും സ്നേഹത്തിലുണ്ടാവാറ്. ചുമ്മാട്ടോ, നമ്മൾ രണ്ടുപേരും സാരി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് എത്രയോ നല്ല വേർഷനിലായിരുന്നു കേട്ടോ. അതല്ലേ ഞാൻ എന്നോട് ചോദിച്ചത്. നമുക്കൊരു ശ്രമിച്ചൊരു സാരി, ഒരു എന്താണ് സാരി എടുക്കുന്ന ആള് സാരി എടുക്കാൻ എത്ര സമയം കൊടുക്കും പറയാം? അവർക്ക് എത്ര സമയം കൊടുക്കും സാരി എടുക്കാൻ? ഈ പ്ലീറ്റ്സ് ശരിയാക്കി തരണേ. എങ്ങനെ ശരിയാക്കി തന്നെ? ഇതുവല്ല മറ്റേ ഓട്ടമുള്ളതിന്റെ ഇതുപോലെ ഉണ്ട്. ഇതെങ്ങനെയല്ല, അതിങ്ങനെ നമ്മൾ അഴഞ്ഞെടുക്കുമ്പോ ശരിയാവും. നമ്മുടെ സാരി ശരിയാവാത്ത പ്രശ്നമാണ് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സാരി ശരിയാവാത്ത പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു മാല കേട്ടോ. ഇതെനിക്ക് അത്യാവശ്യം മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു അമ്മ ഫീലൊക്കെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ കുറച്ചും കൂടെ ചേരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കോയിൻ മാല തന്നെയാണ്. എടുക്കാം അല്ലേ? ഇത് കൊള്ളാം. എത്ര സമയം? 12:25. ഞാൻ എൻ്റെ പല വഴികൾ ഇറക്കി നോക്കി സമയത്തൊന്ന് റെഡിയാകാൻ വേണ്ടിട്ട് പല കാലഘട്ടങ്ങളായി പല ടെക്നിക്സ് ഇറക്കണം. ഒന്നും റെഡിയാവില്ല. ഗുളിക കഴിച്ചാലും ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. അല്ല സമയത്ത് ഇറങ്ങാനുള്ള ഗുളിക എന്തെങ്കിലും എനിക്ക് പറഞ്ഞാൽ കഴിച്ചെങ്കിലും സമയത്ത് ഇറങ്ങാൻ പറ്റുമോ നോക്കായിരുന്നു. ഇനി മുടി നയം ചെയ്താൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്ലീറ്റ്സ് ഒന്ന് ശരിയാക്കി തരുന്നത് എനിക്ക് ഓട്ടമുള്ള പോലെ ഉണ്ട്. ഞാൻ മുടി ചെയ്യുന്നു, അമ്മ സാരി ചെയ്യുന്നു. ഹലോ, മറ്റേ പേരറിയോ? നാട്ടിലൊന്നും പേരറിയില്ല 28-ന്. ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയുള്ളൂ. ഇടും പറയാം. ഈ ഷർട്ടല്ലായിരുന്നു ആദ്യം. എല്ലാരും സുന്ദരൻ സുന്ദരിമാരായിട്ടുണ്ട്. നമ്മൾ തന്നെയുള്ളൂ കേട്ടോ ചടങ്ങിന്. എല്ലാരും എത്തിയ സ്ഥിതിക്ക് നമുക്കിനി വിളക്കൊക്കെ കത്തിച്ച് മെല്ലെ നമ്മുടെ ചടങ്ങിലോട്ട് കിടക്കാം. ഞങ്ങൾക്ക് പേരൊക്കെ നേരത്തെ അറിയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നും കൂടെ പേരൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് ചന്ദനമൊക്കെ തൊട്ട് കൺമഷിയൊക്കെ എഴുതി. കൺമഷി വേണ്ട, ഇവിടെ മാത്രം വേണ്ട, ഇവിടെ മാത്രം തൊട്ട് ഞങ്ങൾ റെഡിയായി വരുന്നതാണ്. മറ്റേ ചേമ്പിലെ ചെയ്യ വെച്ച് ചേമ്പിലല്ലോ എന്റെ പേരെന്താ? വാഴയില പറ്റില്ല. ഹായ് പറയോ എല്ലാവരും? ഹായ് പറയോ? ഹായ്. ഹലോ ചേച്ചിമാരെടുത്ത് ഹലോ പറയോ? ചേട്ടന്മാരെടുത്ത് ഹലോ. വലിയ മൂടില്ല കേട്ടോ. ഏത് സൈഡിലാത്തായിരിക്കും? അങ്ങനെയൊക്കെ ഉണ്ടോ? വാമഭാഗമൊക്കെ ഉണ്ടോ? ഓ, എല്ലാത്തിലും പണ്ഡിതൻ. രണ്ടുപേരും ബാക്കിലോട്ട് മറിയില്ല. കുട്ടിയോടും മടിയിൽ വെക്കണട്ടാ. അല്ല, കുട്ടീനെ അച്ഛന്റെ മടിയിലല്ലേ? എന്താണ് സഹതാപത്തോടെ നോക്കണോ? അങ്ങനെ കഥയുടെ മണക്കെ ആണ് കുട്ടിക്ക് പ്രശ്നം. അതോടുകൂടെ നമ്മൾ ചന്ദനത്തിരി ക്യാൻസൽ ചെയ്തു. ഇന്ന് ഒരുപാട് ചടങ്ങൊന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് കുറി തൊടിയിക്കുക, പിന്നെ പേര് ചെവിയിൽ വിളിക്കുക, പിന്നെ ചരട് കെട്ടിക്കുക. ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മളിന്ന് ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ നമ്മുടെ 28-ന്റെ വീഡിയോ ഞാൻ കുറച്ച് റോ ആയിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കും കൂടെ 28-ന് വന്നൊരു ഫീൽ തരാൻ വേണ്ടി. അതുകൊണ്ട് ഒരുപാട് സ്ഥലമൊന്നും ഞാൻ മ്യൂട്ട് ചെയ്ത് വോയിസ് ഓവർ ചെയ്യുന്നില്ല. കുറേയൊക്കെ അവിടെയുള്ള കോൺവെർസേഷൻ അങ്ങനെ തന്നെ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. അരയുടെ മുകളിൽ കൂടെയാണ് നമ്മൾ ചരട് കെട്ടിക്കേണ്ടത്. പക്ഷെ ഞാൻ മുണ്ടിൻ്റെ മുകളിൽ കൂടെ കെട്ടിച്ച കേട്ടോ. എനിക്ക് ഈ പിള്ളേർ കരയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ആകെ മൊത്തം അയ്യോ എന്നൊക്കെ തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചരട് അങ്ങോട്ട് മുണ്ടിൻ്റെ മുകളിൽ കൂടെ കെട്ടിച്ച് ചടങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു.
യുവാൻ വിഷ്ണു. 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 എടോ എനിക്ക് മനസ്സിലായടോ നിർത്തി. പേര് ചെവിയിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ കരച്ചിൽ കുറച്ചൊന്ന് കുറഞ്ഞ്. ഇനി യുവി ബോയ്ക്ക് അമ്മമ്മയും വെല്ലച്ചനും അച്ചമ്മയും അച്ചച്ചനും ഒക്കെ കൊടുത്ത ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം കേട്ടോ. അമ്മയും അച്ഛനും നമ്മുടെ ഒപ്പം കോളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ, വാട്സാപ്പിൽ വീഡിയോ കോളിൽ. വിധു നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒരു 3 പേരും നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ത്രൂ ഔട്ട് ഒരു വീഡിയോ കോളിൽ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ തറവാട്ടിൽ കുറച്ച് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തേ ഉള്ളൂ. ഡയറക്റ്റ് ഇപ്പോൾ വീഡിയോ കോൾ വിളിക്കേണ്ടെന്ന് വിചാരിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 28 ചെയ്യണോ വേണ്ടേ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും വിഷ്ണുവിനും. ഒന്നാമത് അങ്ങനെ ഒരു പേരിടാൻ മാത്രമൊന്നുമില്ല, പേര് നമ്മൾ എന്തായാലും വെച്ചിട്ടുണ്ട്. പിന്നെ നൂല് കെട്ടുക എന്നുള്ളൊരു പരിപാടിയേ ബാക്കിയുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നാട്ടിലല്ല, അധികം ആൾക്കാരും. അവർ തിരിച്ച് വന്നു കഴിഞ്ഞ് ഒരുമിച്ചൊരു പരിപാടി ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ ചെറുതായിട്ടാണെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്തത് നന്നായും തോന്നി കേട്ടോ. ആരുഷ എവിടെ? കുഴപ്പമൊന്നുമില്ല, അത്രയും ഫൈനലായിട്ട് ഈ ഒരു കുടുംബ ചിത്രത്തോടു കൂടെ നമുക്ക് ഇവിടെ നിന്ന് എണീക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ ഇന്ന് ഇവിടെ 28 ഡിഗ്രി എന്തോ ആണ്. അതുകൊണ്ട് ഇവനും കുറച്ചധികം ചൂടിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ യുവി ബോർഡ് 28 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ, അതായത് നമ്മുടെ ട്രഡീഷണൽ സംഗതികൾ വെച്ച് അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതും പിന്നെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലും നമുക്കങ്ങനെ എന്താ പറയുക, കാര്യമായിട്ട് ചടങ്ങുകൾ മുഴുവൻ എനിക്ക് വിഷ്ണുവിന് അറിയാത്തത് കൊണ്ടും അച്ഛൻ്റെയും അമ്മയുടെയും നേതൃത്വത്തിൽ അവർക്കറിയുന്നത് വെച്ച് നമ്മൾ ചെയ്ത ചെറിയൊരു ചടങ്ങായിരുന്നു കേട്ടോ. ഇന്ന് എന്താ പറയാ, നമ്മൾ യുവീനെ എന്താ പറയാ എനിക്ക് വാക്കൊന്നും കിട്ടുന്നില്ല. ഒന്ന് കമോൺ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഇവൻ ജനിച്ചപ്പോ തൊട്ടിട്ട് ഇവന്റെ എന്താ പറയാ, ഇവനൊന്ന് കാണിക്കുമോ നിങ്ങൾ ചോദിക്കണ്ടായിരുന്നു. എനിക്ക് 100% താല്പര്യം ഉണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി, വിഷ്ണുവിനും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ വിഷ്ണു പറഞ്ഞ ഒരു കാര്യം, വിഷ്ണുവിന്റെ മനസ്സിൽ ഇവന്റെ മുഖം ഒന്ന് മുഴുവൻ ശരിയായി പതിയട്ടെ, അതിനുശേഷം നമുക്ക് എല്ലാരെയും കാണിക്കാന്നുള്ളതായിരുന്നു വിഷ്ണുവിന്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എനിക്ക് ശരിയും തോന്നി, അത് ഓഫ് കോഴ്സ് വിഷ്ണുവിന്റെ അഭിപ്രായം നമ്മൾ മാനിക്കുന്നു. അതിന്റെ ഒപ്പം എനിക്ക് ശരിയും തോന്നിയ ഒരു കാര്യമായിരുന്നു, ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടിട്ട് 1-2 തവണ ഭയങ്കര ഹാർഷായിട്ടുള്ള 1-2 അബ്യൂസീവ് കമന്റ്സിനെ പറയാൻ പറ്റും, നെഗറ്റീവ് കമന്റ്സ് പോലും പറയാൻ പറ്റില്ല, അങ്ങനത്തെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ റിപ്പീറ്റ് അടിച്ച് പറയുന്ന കാര്യമൊന്നുമില്ല കമന്റ് എന്നുള്ളത്. അപ്പോ ഇവൻ ജനിച്ച് ഇവൻ ഈ ഒരു സറൗണ്ടിങ്ങിനോടൊന്ന് സെറ്റ് ആയതിനു ശേഷം ഇവനെ കാണിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ്, പക്ഷെ ചില ആൾക്കാർ അങ്ങനെ കമന്റ് ഇട്ട പോലത്തെ ചില ആൾക്കാർ കാണുമ്പോൾ വായ തോന്നിയത് പറഞ്ഞാൽ എന്തിനാ നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഓറ തുടക്കത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അയ്യോ കൺമഷി. അപ്പൊ ഇവനൊന്ന് ഈ ഒരു വേൾഡിനോടൊന്ന് സെറ്റ് ആയതിനു ശേഷം കാണിക്കാന്നുള്ള ഒരു അഭിപ്രായം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നതൊന്നല്ല കേട്ടോ, അങ്ങനെ മറച്ചു വെച്ചു അങ്ങനെയൊന്നുമല്ല. ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഇവൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടട്ടെ എന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. സ്ലോലി അഡാപ്റ്റിംഗ് ടു തിങ്സ് അത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണല്ലോ യുവി. താഴെ ഗംഭീരമായ ഡിസ്കഷൻ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രഭുവും അച്ഛനും വിഷ്ണുവും കൂടെ. ഞാൻ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ മോളിൽ വന്നിട്ട് ഒന്ന് വൃത്തിയായിട്ടോ, നേരത്തെ സമയം വൈകിക്കൊണ്ട് വാരി വലിച്ചിട്ട് എന്തോ ഓടിയതായിരുന്നു. വളയൊക്കെ ഇടാൻ വേണ്ടി മറന്നു, ഇപ്പോഴാണ് തിരിച്ചു വന്ന് വളയൊക്കെ ഇട്ടത്. ഇനി പുറത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. ഞാൻ യുവിനെ ഫ്രീ ആക്കിയിട്ട് അവന് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ 27-28 ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പോൾ അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു സമ്മർ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് റൂമിൽ കിടത്തി പുള്ളി ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും വിഷ്ണുവും അൻഷിഫൊക്കെ പുറത്ത് പോയതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. നമുക്ക് ലഞ്ചിന് ശേഷം പോവാം. മൂത്ത പപ്പടം, അതൊക്കെ നമുക്ക് മൂക്കാത്ത പപ്പടം, വെള്ള കളറ് വേണ്ട പപ്പടം കഴിച്ചു. ഞാൻ 6 കൊല്ലത്തോളം അമ്മ ഇല്ലാത്തോടെ പപ്പടം കഴിച്ചില്ല. പക്ഷെ ആ പപ്പടങ്ങളൊന്നും പപ്പടങ്ങളായിരുന്നില്ല എന്നാണ് അമ്മ പറയുന്നത്. പേപ്പർ വാഴയില്ലേ ഒന്നും അറിയില്ല, നീ എന്റെ അടുത്തോട്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും കിട്ടാതിരിക്കാറുണ്ട്. എസ് പേപ്പർ വാഴയില ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ എസ് പേപ്പർ വാഴയിലാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു എസ് പേപ്പർ വാഴയിലെ അല്ല ഇപ്പത്തെ ബ്രാൻഡ്, പക്ഷെ അത് അന്ന് കുറെ പരസ്യം വന്നതുകൊണ്ടേ ഇപ്പോഴും നമുക്ക് എസ് പേപ്പർ വാഴയിലാണ്. ചില ഭക്ഷണങ്ങൾക്കൊക്കെ നമ്മൾ നാട് വിട്ട് വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര വില തോന്നിയത് കേട്ടോ. അങ്ങനത്തെ ഒന്നായിരുന്നു സദ്യ. വീട്ടിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുകയെന്ന് പറയുമ്പോൾ സദ്യ ആണെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സദ്യ ഉണ്ടെങ്കിൽ സദ്യക്ക് വേണ്ടി അറിയാത്ത കല്യാണം ഉണ്ടോ എന്ന് വരെ നാട്ടിൽ പോകുമ്പോൾ അന്വേഷിക്കാറുണ്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന സദ്യക്കും ബിരിയാണിക്കും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ സദ്യ? എന്തായാലും ഏറ്റവും അടിപൊളി. എനിക്ക് കഷ്ണം മതി, വെള്ളം വേണ്ട.
എന്ത് വിഷ്ണു ചങ്ക് കുടുങ്ങിയോ? ആരും അല്ലേന്ന് എടുത്തോണ്ടോയില്ല. ഇന്ന് പരിപാടി മര്യാദയ്ക്ക് നടക്കൂല എന്നുള്ള സംശയം കാരണം ഇന്നലെ യുവിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്ന് പരിപാടി കഴിഞ്ഞതും നല്ല കൂട്ട് വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടെ കഴിച്ച് ഉച്ചക്കത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കും. ഇനി വൈകുന്നേരം 6 മണിയാകുമ്പോൾ എല്ലാവരും വരുന്നതാണ്. അല്ല രമ്യ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ജോലി ആയതുകൊണ്ട് സ്ട്രെസ് ചെയ്യാതിരുന്നത്. അല്ല രമ്യ ചേച്ചി വൈകുന്നേരം എന്തായാലും വരും. ഉച്ചയ്ക്ക് ചിലപ്പോൾ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ വരാമെന്ന് പറയുന്നത്. നമ്മൾ യുബീനെ കൈമാറി. ഇനി ഞാനും അമ്മയും കഴിക്കട്ടെ. റിപ്പീറ്റേഷൻ ആവണ്ടല്ലോ ചേച്ചി. അമ്മ ഒന്ന് കഴിക്കാം. നമ്മുടെ സദ്യ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. സാമ്പാർ വേണ്ട. എന്താ? ഓ അമ്മയ്ക്ക് പരിപ്പ് വയറിന് പറ്റില്ല. പരിപ്പ് പറ്റില്ല ചെയ്യണം അൻഷിഫ. ഈ ആരാ സൂപ്പർ വുമണോ? എങ്ങനെയുണ്ട്? നേരത്തെ അമ്മ പറഞ്ഞതുപോലെ വൈകുന്നേരത്തെ സദ്യയുടെ എക്സൈറ്റ്മെന്റ് പോയാലോന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ഉണ്ടാക്കിയ വിഭവങ്ങളും അമ്മ പുറത്തിറക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് മാത്രമാണ് നമ്മ ഉച്ചയ്ക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ളൂ. നല്ല ഗംഭീര സദ്യയായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. സദ്യക്ക് ശേഷം 1-2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും വിഷ്ണു ഷെറീറും അൻഷിഫയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. നമ്മുടെ ബാക്കിൽ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. യുവി ഉറങ്ങിപ്പോയി. പിന്നെ അവനെ സ്ട്രോളറിലൊക്കെ വെച്ച് കൊണ്ടുവരണം. അപ്പോൾ അത് വേണ്ട, ഡിസ്റ്റർബ് ആക്കണ്ട, കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഹലോ റൂഹി. വിഷ്ണു പിള്ളേരുടെ കാര്യത്തിൽ ഭയങ്കര എക്സ്ട്രാ കെയർഫുൾ ആണ്. ആരുടെ അടുത്താ ഞാൻ ഈ പറയണേ? ഷെറീറിന്റെ അടുത്താണ്. ഷെറീറും വിഷ്ണുവും ഒരേപോലെ. പിള്ളേരെ നോക്കി വന്നു കഴിഞ്ഞ് തിരിച്ചവരെ തിരിച്ചേൽപ്പിക്കുമ്പോ അവർക്കൊരു സമാധാനം. ഓ അതെ, ഒരു പണി തീർന്നല്ലോ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാട്ടോ അത്. പ്രഷറാണ്. അതുകൊണ്ട് നെയ്ത്തനും ഡാനിക്കും ഒക്കെ ഉണ്ടല്ലോ, അവരാക്കി പോകുമ്പോ ഒന്ന് വന്നാ മതി. വിഷ്ണു അനങ്ങാൻ സമ്മതിക്കില്ല. മറ്റേ വല്ല ലക്ഷ്മണനെയൊക്കെ വരച്ച പോലെ അതിന്റെ അകത്തേന്ന് തിരിയാനേ പറ്റുള്ളൂ. ഇപ്പൊ വിഷ്ണുവിന്റെ തലയിൽ ഫുള്ള് റൂഹി വെള്ളത്ത് പോവാന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഇന്ന് 4 ആഴ്ച നമ്മുടെ സർജറി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. ഫോൺ അപ്പോയിൻമെന്റ് ആയിരുന്നു. അപ്പോൾ അവര് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിലെന്തെങ്കിലുമൊക്കെ തകരാറ് തോന്നുകയാണെങ്കിൽ അവർ ഹോസ്പിറ്റലിലോട്ട് വിസിറ്റ് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളിലൊന്നും വലിയ കുഴപ്പമില്ല. എൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെ അന്ന് അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഓൾമോസ്റ്റ് ഹീലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നീ ചേച്ചി ഇവിടെ 20 കൊല്ലമായിട്ട് മെറ്റേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. അപ്പോൾ ചേച്ചി വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ ചേച്ചി ഗുഡായിട്ടാണ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ എന്നോട് ബാക്ക് ടു നോർമൽ, ഇനി ചെറുതായി ഡ്രൈവ് ചെയ്ത് തുടങ്ങിക്കോളാനും ചെറുതായി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനൊക്കെ പറഞ്ഞു. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന പരിപാടി ഇനി ഒരു 2-3 വീക്സും കൂടെ വേണ്ട, അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന്. ഹലോ. അങ്ങനെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പൊ എണീറ്റേ ഉള്ളൂ. സമയം 5:30 ആയിട്ടുണ്ട്. 6:30-7 മണിയാകുമ്പോഴേക്ക് എല്ലാവരും വരും. വിഷ്ണു പണിയെടുക്കുകയാണ്. വിഷ്ണു ഗരാജിക്ക് നമ്മൾ രാവിലെ ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചോണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡ്രസ് ചേഞ്ചിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. രാവിലെ നമ്മൾ എടുത്ത സാരിന്ന് എടുക്കുക വേണ്ടു. പക്ഷെ എന്റെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചായിട്ട് എടുക്കാതിരിക്കുന്ന 2-3 സാരികളുണ്ട്. അപ്പൊ അത് എടുക്കാൻ ഒരു ആഗ്രഹം. റെഡി ആയിട്ടോ. നമ്മൾ ഭയങ്കര കസവുപ്പായൊക്കെ ഇട്ടിട്ട് കളിച്ചിലായിരുന്നു. ഡ്രസ് ഇട്ടപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായത്. Do I look handsome, Amma? Amma, do I look handsome? ഉള്ളില് നമ്മളൊരു ലെയർ ഒരു കോട്ടന്റെ ഡ്രസ് ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി മേല് കുത്തണ്ടെന്ന് വിചാരിച്ചത്. ശരിക്കും ഫോട്ടോ വേഗം എടുത്തോ. വണ്ടിയാ ഫോട്ടോ അതിന് മെനു കിട്ടില്ല. നല്ല ചൂടിലുണ്ടാവില്ലേ? പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് ദൂരം. നല്ല ചൂടുണ്ടാവില്ലേ? പേടിച്ചുണ്ടല്ലേ? ഹോം ഗ്രൗണ്ടിൽ നിന്ന് മാറിയിട്ട് ടെൻഷൻ ഉണ്ടാവും. Why people are giving me so much attention? മാറ്റി തരാട്ടോ. നല്ല ചൂടുണ്ടാവാ. നല്ല ചൂടിൽ എന്ത്? ഹലോ ഗൈസ്, അത് സെറ്റായിട്ട് വരുന്നതാണ്. ഇതൊക്കെയോ നല്ല പക്ഷെ ചൂടെടുക്കണ്ടോ നല്ലോണം. ഇതൊരു അകത്തല്ലേ? ഹലോ വിശക്കുണ്ടോ? എന്തെങ്കിലും കിട്ടുമോ? ഹോപ്പിലാണോ?
കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയല്ലേ ആൾക്കാർ. കുറച്ച് ആൾക്കാരെ മനസ്സിലാവും. ഓ ഓ ഓ ഓ ആ അല്ല, അത് വാങ്ങിയതാ നൂലുകെട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ടൊളു ഗിഫ്റ്റ് ചെയ്തതാ അത്. ഹലോ സ്വത്ത്. പൊതുവേ പുള്ളി ഒരു ശാന്തനാണ് കേട്ടോ. അപ്പോൾ ശാന്തനായി തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഐഡിയ ആണ് ഇവിടെ വെച്ച് ഫോട്ടോ എടുത്താൽ നന്നാവുന്നുണ്ടായിരുന്നു. ഹലോ ദീപ ചേച്ചി, ദീപൻ ചേട്ടൻ, പിന്നെ ചേട്ടാ. യുവിയുടെ മൂഡ് മാറുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് ഫോട്ടോസ് എല്ലാവരും ഒപ്പം ഒന്ന് എടുക്കാം കേട്ടോ. എവിടെ നിന്നാലും ദീപ ചേച്ചി പാപ്പറാസീസ് ആണ് എല്ലായിടത്തും കവർ ചെയ്ത്. പ്രതു ആ ഫോണൊന്ന് എടുത്ത് പിടിക്കോ. ആ ഫോണൊന്ന് പിടിക്കോ. എവിടെ പോയാലും സെലിബ്രിറ്റീസിന് പാപ്പറാസീസ് കവർ ചെയ്തോണ്ടിരിക്കുക. ദീപ ചേച്ചിയുടെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടേ. അപ്പോൾ അമ്മ യുവിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇത്. ഈ കുഞ്ഞു മക്കളുടെ ഓർണമെന്റ്സ് കാണാൻ എന്തൊരു രസമല്ലേ. ഞാൻ ആ വളയും തളിയും ഒക്കെ എടുത്ത് നോക്കുമായിരുന്നു. കുഞ്ഞ് ദേ ഈ ബ്രേസ്ലെറ്റ് നോക്കി നോക്കൂ, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരിക്കുന്നുള്ള വാശിയിലാണ്. എല്ലാ തവണ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും പിന്നെ ഈ ഒരു പരിപാടിയുടെ ഓർമ്മയായിട്ടുണ്ടായിരിക്കുക. അല്ലാതെ ഒരു ഫോട്ടോയോ അല്ലാതെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് തിരിയാൻ പറ്റുമോ? ആ ഇവിടെ അല്ലെങ്കിൽ കിട്ടില്ല, അല്ലെങ്കിൽ കിട്ടില്ല. ആ കുറച്ചിങ്ങോട്ട് തിരിയാൻ പറ്റുമോ? ജസ്റ്റ് കുറച്ചിങ്ങനെ. ആ അതാ റൊട്ടേറ്റ് ചെയ്യും, റൊട്ടേറ്റ്. എനിക്ക് ആ വാക്ക കിട്ടഞ്ഞു. റൊട്ടേറ്റ്, കുറച്ച് റൊട്ടേറ്റ് ചെയ്യും. നീ അങ്ങോട്ട് പിന്നെ കുറച്ചേരം നല്ല ഫണ്ണായിരുന്നു. കുറേ മോഡൽസും കുറേ ഫോട്ടോഗ്രാഫേഴ്സുമായിട്ട് നമ്മൾ ഗാർഡനിൽ കുറേ നേരം നിന്നു. ചേച്ചിയുടെ മറ്റേ കല്യാണം പോലെ ഉണ്ടോ ചുറ്റും നിന്ന ആൾക്കാര്. ദീപ ചേച്ചി രമ്യ ചേച്ചിയും എന്നെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊന്ന് ചതിച്ചായിരുന്നു കേട്ടോ. ഇന്നത്തെ പാർട്ടിയുടെ നമ്മളൊരു തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി മുണ്ടുമായിരുന്നു. അവർ സാരി എടുക്കാത്തതിന് മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ലേ, കാരണം നല്ല ചൂടായിരുന്നു ഇവിടെ. എനിക്കെന്നെ ഇതൊന്ന് ഊരിയിട്ടാൽ മതിയെന്നായി. താഴെ എല്ലാവരും കൂടെ ആയിട്ടേ കുറച്ച് ശബ്ദമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ മുകളിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഇവന് ഈ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് യൂസ്ഡായി വരുന്നല്ലേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഇരിക്കാൻ മുകളിൽ, അമ്മ പോയിക്കോളൂ താഴെ. ഐ വിൽ സിറ്റ് ഹിയർ. തന്നോളൂ. നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായതിനേക്കാളും വിഭവങ്ങൾ കൂടുതലുണ്ടല്ലോ. അപ്പൊ ഉച്ചയ്ക്ക് എനിക്ക് കുറച്ച് തന്നതാ. ഞങ്ങൾ ഉച്ചയ്ക്ക് സദ്യ കഴിച്ചായിരുന്നോ? ആദ്യം പന്തിയില് 28-ന് അമ്മയ്ക്കും കുട്ടിക്കാണ്. കുട്ടിയുടെ 28-ാം പിറന്നാളല്ല. അപ്പൊ അമ്മയ്ക്കും കുട്ടിക്കാണ് ആദ്യം കഴിക്കുക. അതുകൊണ്ട് എന്നാരും നിർബന്ധിച്ചില്ലെങ്കിൽ ഞാൻ ആദ്യം പെരുകി കയറിയിരുന്നു. അയ്യോ പരിചയപ്പെടുത്താൻ മറന്നല്ലോ, രമ്യ ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ അത്. ഇവിടെ സമ്മർ ആയി കഴിഞ്ഞാൽ നല്ല വെതറൊക്കെ ആവുകൊണ്ട് അധികം പേരൻസ് നമ്മളെ വിസിറ്റ് ചെയ്യുന്ന സമയമാണ് കേട്ടോ സമ്മർ. അതുകൊണ്ട് തന്നെ സമ്മർ ആയി കഴിഞ്ഞാൽ ഒരു ഫാമിലി ഫീല് കൂടുതലാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ. ദീപ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെയും കൊണ്ട് എപ്പോഴും ഇവിടെ കളിക്കാൻ വേണ്ടി പോകും. അതാണ് ഇവർ ചുമ്മാ കളിയാക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുണ്ടത്തെ രാത്രി തന്നെ റിപ്പീറ്റ് ചെയ്യില്ലേ? അത് ഇവിടെ നമ്മൾ ഏത് വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റായിട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗെദർ ഒക്കെ ആണെങ്കിലും നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ഫസ്റ്റ് ലെവൽ ഓഫ് ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് നല്ല പണിയാണല്ലോ. അതുകൊണ്ടൊരു ഫസ്റ്റ് റൗണ്ട് ക്ലീനിങ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യും. അപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ തീരുമല്ലോ. അങ്ങനെ യുവിയുടെ 28-ാം പിറന്നാൾ ദേ പരിപാടി ഇവിടെ കഴിഞ്ഞു.
നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ യുവീനെയൊക്കെ ഒന്ന് കിടത്തി ഉറക്കി. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.